ഏണിയില്ലാത്ത വീട് തീരെ കുറവാണ്. കൊച്ചൊരു ലാഡറെങ്കിലും ഏതെങ്കിലും ഒരു വീട്ടിൽ കാണും, ഇല്ലേ? നിങ്ങളുടെ വീട്ടിൽ കാണും ചെറിയ ഏണി. വീട്ടിനകത്ത് എന്തെങ്കിലും സാധനം തട്ടിന് കൊണ്ടുവന്ന് എടുക്കണം, അല്ലെങ്കിൽ മേലെ നിന്നൊക്കെ എടുക്കണമെങ്കിൽ ചെറിയ ഏണി സംവിധാനം. അല്പം ഒരു 10 സെന്റ് സ്ഥലമൊക്കെ ഉള്ളവർ, അല്ലെങ്കിൽ 2 സെന്റോ 3 സെന്റോ സ്ഥലമുള്ളവർ വീട്ടിലൊരു ഏണി കരുതും. വീട്ടിലൊരു ഏണി എന്തെങ്കിലും മരത്തെ കയറി പറിക്കാനോ, ചക്ക ഇടാനോ, അല്ലെങ്കിൽ മാങ്ങ പറിക്കാനോ, അല്ലെങ്കിൽ കുരുമുളക് പറിക്കാനോ, ഇതിനൊക്കെ നമ്മൾ ഏണി ഉപയോഗിക്കാറുണ്ട്. ഏണി ഉപയോഗിക്കുന്നത് സ്വത്രം. ഏണി ഉള്ള വീട്ടിലേക്ക് ആളുകൾ വരും എന്ന് പറഞ്ഞാൽ പണിക്കാർ. ഇവിടെ അടുത്ത വീട്ടിലുള്ള ആൾ പറയും, ആ വീട്ടിലൊരു ഏണി, ആ വീട്ടിൽ ചെന്നാൽ ഏണി കിട്ടും, നമുക്ക് ആ ഏണി മേടിക്കണമെന്ന്, നമുക്ക് ചക്ക പറിക്കാം എന്ന് പറയില്ലേ. അത് ഈ ഏണിയുള്ള വീട്ടിലേ പോവുള്ളൂ. ഏണിയില്ലാത്ത വീട്ടിലാരെങ്കിലും ചെന്നിട്ട് അവർക്കറിയാം ഇവിടെ ഈ വീട്ടിൽ ഏണിയുണ്ട്. തൊട്ടടുത്ത വീടുകളിലൊക്കെ ഇപ്പം ഞാൻ താമസിക്കുന്ന ഹൈവേയുടെ സൈഡിലാണ്. പല ആളുകളും ഇതിനധികം പഞ്ചായത്തിൽ നിന്ന് പൈപ്പിൻ്റെ പണിക്ക് എന്തെങ്കിലും വരുന്ന ഫിറ്റർ വരെ വീട്ടിൽ വന്നിട്ട് പാഷ പിക്കാസം തരുമോ, പാഷ കടപ്പാരം തരുമോ, പാഷ വാക്കുത്യം തരുമോ, നമ്മളിതെല്ലാം മൂർച്ചയാക്കി റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. എല്ലാം നല്ല ഷാർപ്പാക്കി മൂർച്ചയാക്കി വെച്ചിരിക്കുക. വന്ന് ചോദിക്കും, ഞാൻ പറയാം കൊടുത്തേര് ചോദിക്കുമ്പോൾ ഞാൻ കൊടുത്തേര്. ചില ആളുകളുണ്ട്, അവർ എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് അവർ വീട്ടിൽ വരാറുണ്ട്. അപ്പോൾ സമയത്ത് പണി ആയുധങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊടുത്തു വിടും. ചിലതൊക്കെ കൊടുത്തു വിട്ടിട്ട് അത് പോയ വഴി പിന്നെ കണ്ടിട്ടില്ല, പിന്നെ തിരിച്ചു വന്നിട്ടില്ല. പെട്ടകത്തിൽ നിന്ന് മലങ്കാക്ക പോയ പോലെയാണ്, അത് പോയിട്ട് പിന്നെ വന്നിട്ടില്ല ഇതുവരെ. പക്ഷെ നമ്മൾ അതുകൊണ്ട് അദ്ദേഹം വീണ്ടും വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കുകയല്ല, പിന്നെ നമ്മൾ കൊടുക്കും. സ്തോത്രം. ആമേൻ. അതാണല്ലോ നമ്മൾ ആരാണെന്ന് നാട്ടുകാർക്ക് ബോധ്യം വരുന്നത്. സ്തോത്രം. പ്രിയരെ, എന്തായാലും ഏണിയില്ലാത്ത വീട് ചുരുക്കമായിരിക്കാം. നിങ്ങളുടെ വീട്ടിൽ കൊച്ചൊരേണിയെങ്കിലും കാണും. ഏണിയില്ലെങ്കിൽ സാരമില്ല കേട്ടോ, വിഷമിക്കൊന്നും വേണ്ട. ഞങ്ങളുടെ വീട്ടിൽ ഏണിയില്ലല്ലോ പാസ്റ്ററേന്ന് വിചാരിച്ച് അതോർത്ത് ഭാരപ്പെടുകയൊന്നും വേണ്ട. അപ്പം ഞാൻ പറഞ്ഞു വന്നിട്ട്, വീട്ടിൽ ഏണിയുണ്ടെങ്കിൽ ഉയരങ്ങളിലുള്ള കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യാം, എടുക്കാൻ പറ്റും. എനിക്ക് ഏണിയെ കയറാൻ വലിയ വശമില്ല. ഞാൻ ഏണിയെ കയറിയാൽ പിന്നെ ഇറങ്ങി വരണമെങ്കിൽ ഫയർഫോഴ്സ് വരേണ്ടി വരും. അത്രയ്ക്കും ഏണിയിൽ എനിക്ക് വലിയ അഭ്യാസമില്ല. പക്ഷെ ഞാൻ ഏണിയെ കയറുന്ന ആൾക്കാർ കയറി പോകുന്ന കണ്ടിട്ടുണ്ട്. എന്താ അവരതിനകത്ത് 2 കൈ വിട്ടു നിന്നൊക്കെ കുരുമുളക് പറിക്കുകയും അല്ലെങ്കിൽ ചക്കയിടാങ്ങൊക്കെ കയറി പോകുന്ന ആൾക്കാരെ കാണുമ്പോൾ ഞാൻ തന്നെ അന്തം വിട്ട് നോക്കാറുണ്ട്. ഒരു പ്രത്യേക കഴിവാണ് മരത്തെ കയറുക എന്ന് പറയുന്നത്. സ്തോത്രം. നമുക്ക് നിലത്തുള്ള അഭ്യാസം അറിയത്തുള്ളൂ, മരത്തെ കയറിയുള്ള അഭ്യാസം നമുക്ക് വലിയ പിടിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങൾ പറയാം, ഏണി ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ സ്തോത്രം മരത്തിന്റെ ഒരു അത്യാവശ്യം ഹൈറ്റുള്ള സ്ഥലത്തുള്ള സാധനങ്ങളൊക്കെ ആ ഉയരത്തിൽ നിന്ന് അവരുടെ വീട്ടിലേക്ക് വരും. അതാണ് ഏണിയുടെ ഒരു ഗുണം. സോ ഇന്ന് രാവിലെ ഞാൻ വേറൊരു ഏണിയുടെ കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ആ ഏണി ഒരു വീട്ടിലല്ല, ഒരു വെളിമ്പ്രദേശത്താണ് ആ ഏണി ഇരിക്കുന്നത്. വെളിമ്പ്രദേശത്ത് ആ ഏണി എവിടെയാ ചാരി വെച്ചേക്കുന്നത് എനിക്ക് ഇപ്പോഴും പിടികിട്ടാത്തൊരു കാര്യം. കാരണം ആ ഏണി ഇങ്ങനെ ഇരിപ്പുണ്ട്, നമുക്ക് ഏണി ചാരാനൊരു സ്ഥലം വേണ്ടേ. പ്ലാവാണെങ്കിൽ ആ പ്ലാവിന്റെ മേലോട്ട് ഏണി ചാരാം, ഇല്ലേ? ഒരു മുരിക്കാണെങ്കിൽ അതിന്റെ മണ്ടയിലോട്ട് ചാരാം. ഒരു സ്തോത്രം, എന്ത് സംവിധാനമാണെങ്കിലും അത് ചാരി വെക്കാൻ ഒരു പിടുത്തത്തിനൊരു സ്ഥലം വേണ്ടേ. പക്ഷെ ഈ ഏണിക്ക് ഒരു പിടുത്തത്തിന് ഒരു സ്ഥലം ഞാൻ ഇങ്ങനെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. ആ ഏണി അങ്ങ് പോവുക. ആ ഏണിയിലോട്ട് ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പം അതിലെ കുറച്ച് ആൾക്കാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ ശ്രദ്ധിച്ചു നോക്കിയപ്പം മനുഷ്യരല്ല, വ്യത്യസ്തമായ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില കാഴ്ചകളാണ് ഞാൻ ആ ഏണിയെ കാണുന്നത്. അങ്ങോട്ട് കുറച്ച് പേര് കയറുന്നു, ഇങ്ങോട്ട് കുറച്ച് പേര് ഇറങ്ങുന്നു, ഇങ്ങോട്ട് കുറച്ച് പേര് ഇറങ്ങുന്നു, അങ്ങോട്ട് കുറച്ച് പേര് കയറുന്നു. ഇത് തന്നെയാണ് സംഭവം. സ്തോത്രം. ഞാൻ ആ ഏണിയുടെ ചോട്ടി നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ വീട്ടിൽ ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. നല്ല ഉറക്കമാണ്. എവിടേക്കോ പാഞ്ഞു പോയി, എന്താ പറയുക, ക്ഷീണം കാരണം നല്ല കൂട്ടുവായിട്ട് കിടന്നുറങ്ങുമായിരിക്കും. സ്തോത്രം. എന്നാൽ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുമായിരിക്കും ആ മനുഷ്യനും ഈ ഏണി കാണുന്നുണ്ട്. നമുക്കും ഈ ഏണി കാണാം. നമുക്കെങ്ങനെ ഏണി കാണാൻ പറ്റുന്നേ? നമ്മൾ കണ്ടില്ലല്ലോ. നമുക്ക് കാണാമല്ലോ. എവിടെ പോകണം? ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കണം. അപ്പോൾ നമുക്ക് ആ ഏണി കാണാം. ഈ ഉറക്കത്തിൽ കിടക്കുന്ന മനുഷ്യൻ നേരം വെളുത്ത് എഴുന്നേറ്റപ്പം നോക്കിയപ്പോഴത്തേക്ക് ഏണി കാണാനില്ല. എടാ, ഏണി പോയി. സ്തോത്രം. എനിക്ക് മനസ്സിലായി ഞാൻ ഇന്നലെ കണ്ടതൊരു സ്വപ്നമായിരുന്നു. ഉടനെ ആ മനുഷ്യൻ രാവിലെ ചെയ്ത പണി, ഇന്നലെ രാത്രി തലയണയായി വെച്ച കല്ല്, ചെറിയ കല്ല് വെച്ചാണ് കിടന്നത്, ആ കല്ലെടുത്ത് നേരെ നിർത്തിയിട്ട് സ്തോത്രം അതിൻ്റെ മേൽ തൈലം ഒഴിച്ച് ഒരു പ്രതിജ്ഞയ്ക്ക് അവിടെ നിന്ന് ചെയ്യുന്നുണ്ട് ആ മനുഷ്യൻ. സ്തോത്രം.
കാരണം ദൈവസാന്നിധ്യമുള്ള സ്ഥലത്തായിരുന്നു ഞാൻ കടന്നത്. ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഈ വെളിമ്പ്രദേശമാണെങ്കിലും ഇവിടെ ദൈവം ഇറങ്ങി വന്ന്, ദൂതന്മാർ ഇറങ്ങി വന്ന് എന്നോടൊപ്പം സമയം ചെലവഴിക്കുന്ന ഒരു പ്രത്യേക പർട്ടിക്കുലർ പോയിന്റ് ആണെന്ന് മനസ്സിലാക്കിയ ആ മനുഷ്യൻ, സ്തോത്രം, അവിടെ ആ കല്ല് നാട്ടി ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. താഴോട്ട് വരുമ്പോൾ പറയുകയാണ്, സ്തോത്രം, 22-ാമത്തെ വാക്യം, ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിന്റെ ആലയമാകും. ഒരു തീരുമാനം, പ്രതിഷ്ഠയെടുക്കുക. സ്തോത്രം. കോവണിയുള്ള ഒരു സ്ഥലം, ഏണിയുള്ളൊരു സ്ഥലം. സ്തോത്രം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഞാൻ നിങ്ങളോട് ആദ്യം ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ ഏണിയുണ്ടോ എന്ന്. പക്ഷെ ഞാൻ ഇപ്പോൾ ചോദിക്കുന്നത്, ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഏണിയുള്ളൊരു വീടാണോ നിങ്ങളുടെ വീട്? ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഏണിയുള്ളൊരു വാഹനമാണോ നിങ്ങളുടെ വാഹനം? ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഏണിയുള്ള ഒരു ഓഫീസാണോ നിങ്ങളുടെ ഓഫീസ്? സ്തോത്രം. ആ ഓഫീസിൽ നിങ്ങൾ ഇരിക്കുന്നത് കൊണ്ട് ദൈവാലയത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആ വീട്ടിൽ നിങ്ങൾ താമസിക്കുന്നത് കൊണ്ട് ദൈവാലയത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? സ്തോത്രം. ആ വാഹനത്തിൽ നിങ്ങൾ യാത്ര ചെയ്യുന്നത് കൊണ്ട്, ആ വാഹനം കൊണ്ട് ദൈവാലയത്തിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതാണ് എന്റെ ചോദ്യം, പ്രിയരെ. സ്തോത്രം. ഈ മനുഷ്യൻ പറയുക, സ്തോത്രം, യാക്കോബ് പറയാ, പിന്നെ ഞാൻ ഈ നിർത്തിയ ഈ കല്ല് ആലയമാകും. ആലയമാകും. ആകുമെന്ന് പറയുക മാത്രമല്ല, താൻ അതിൻ്റെ മേൽ, സ്തോത്രം, തൈലമൊഴിച്ച് എണ്ണയൊഴിച്ച് അവിടെ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാഴ്ച നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ പ്രിയരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങളുടെ വീട്ടിൽ ഈ ഏണിയുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഈ ഏണിയുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഈ ഏണിയുണ്ടോ? പിള്ളേർക്ക് ഈ ഏണിയുണ്ടോ? ഭർത്താവിന് ഇങ്ങനെ ഒരു ഏണിയുണ്ടോ? സ്തോത്രം. ഇല്ലേ? വീട്ടിലൊരു ഏണി, പറമ്പിലെ മരത്തേക്കാരാൻ ഒരു ഏണി മതി, അല്ലെങ്കിൽ 2 ഏണി മതി. പറമ്പിന്റെ വിസ്താരം അനുസരിച്ച് 2 3 ഏണി ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കുക, മരത്തിന്റെ എണ്ണത്തിനനുസരിച്ച് ഏണി ആവശ്യമില്ല. പറമ്പിലെ പണിക്ക് ഒറ്റ മതി, എല്ലാ മരത്തിലും കയറാം. പക്ഷെ വീട്ടിനകത്ത് എല്ലാവർക്കും ഓരോ ഏണി വേണം. ഞാനീ പറഞ്ഞ ആശയം ഉൾക്കൊള്ളുന്ന ഒരു ഏണി ഭർത്താവിന് വേണം, ഭാര്യയ്ക്ക് വേണം, മക്കൾക്ക് വേണം, അപ്പനും അമ്മയ്ക്കും വേണം. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, നിങ്ങൾ ദൈവസന്നിധിയിൽ സമയം വേർതിരിക്കുമ്പോൾ ദൈവസാന്നിധ്യം അവിടെ ഇറങ്ങി വരണം. സ്തോത്രം. ഇതുവരെ അങ്ങനെ ഒരു ഏണി നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ, കർത്താവേ, ആ ഒരു ഏണി ഞങ്ങളുടെ വീട്ടിലും വരണേ. ആ ഒരു ഏണി എൻ്റെ വണ്ടിക്കകത്തും വേണേ. ആ ഒരു ഏണി, സ്തോത്രം, എൻ്റെ ഓഫീസിനകത്ത് വരണേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒരു ഭവനമായി നിങ്ങളുടെ ഭവനം മാറും. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ഇരിക്കുകയും ചെയ്യുന്ന ഒരു വാഹനമായി നിങ്ങളുടെ വാഹനം മാറും. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും നോക്കുകയും ചെയ്യുന്ന ഒരു ഓഫീസായി നിങ്ങളുടെ ഓഫീസ് മാറും. ഇന്ന് രാവിലെ അതിനുവേണ്ടി സമർപ്പിക്കാമോ? ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോവുക. കണ്ണുകൾ അടച്ചോ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, അവിടുത്തെ പുത്രൻ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് അടുത്ത് വരികയാണ്. ഈ വാത്സല്യമുള്ള സഹോദരന് വേണ്ടി, സഹോദരിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവൻ നിന്റെ സാന്നിധ്യം ഇറങ്ങുന്ന ഒരു കോവണി അവരുടെ ഓഫീസിനകത്ത്, അവരുടെ വീട്ടിനകത്ത്, അവരുടെ വാഹനത്തിനകത്ത്, അവരെവിടെയെല്ലാം കടന്നു ചെല്ലുന്നു അവിടെയെല്ലാം അത് മുഖാന്തരം, അവരുടെ വീട് മുഖാന്തരം, അവരുടെ ഓഫീസ് മുഖാന്തരം, വാഹനം മുഖാന്തരം, അവരുടെ ജോലി മുഖാന്തരം ദൈവാലയത്തിനൊരു പ്രയോജനം ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കണമെന്ന് ഞങ്ങൾ അവിടുത്തെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണമേ. ഞാൻ ഹൃദയം തുറന്ന് ഈ കുടുംബത്തെ, ഈ കുഞ്ഞിനെ, ഈ മാതാവിനെ, ഈ പിതാവിനെ, ഈ സഹോദരൻ, ഈ സഹോദരി, ഈ ദൈവദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് കൃപ പാരണമേ. പ്രാർത്ഥന ഞാൻ കേട്ട നന്ദി യേശു ക്രിസ്തുവിന്റെ പ്രിയരുടെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, മരത്തെ കയറുന്ന ഏണി എല്ലാ വീട്ടിലും ഒരുപക്ഷെ ഇല്ലെന്ന് വന്നേക്കാം. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പ്രാർത്ഥനയുടെ ഏണി, ദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുന്ന ഏണി നിങ്ങളുടെ വീട്ടിലത് അത്യാവശ്യമാണ്. അതിനുവേണ്ടി ഒരു ശ്രമം നടത്തൂല്ലേ? ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട്